മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്ന സൂചന തന്നെയാണ് MLA നൽകുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥലത്ത് കാലാവസ്ഥ പ്രതികൂലമാകുന്നു, വീണ്ടും മഴ ശക്തമാകുന്നു, ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത ഉൾപ്പെടെ MLAയും അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയതാണ്. അവിടെ തെരച്ചിൽ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും മഴ പെയ്യുന്നത്. ബൈജു, മഴയാണ്, അത് രക്ഷാപ്രവർത്തനങ്ങളെ വീണ്ടും ബാധിക്കുമോ എന്ന സംശയം ഉണ്ട്. ഏതായാലും MLA എന്താണ് പറയുന്നത്? സത്യം ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ നൽകുന്നു. തീർച്ചയായും കേടുക വളരെ ശുഭ വാർത്ത നൽകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ശുഭസൂചകമായ വാർത്ത ഉടൻ പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ആഴത്തിൽ അവിടെ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനൊക്കെ ഏറ്റവും താഴെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലോറി ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ഇനിയും മണിക്കൂറുകൾ എടുക്കും ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ. അതിനുള്ള തീർച്ചയായും കാലാവസ്ഥ പ്രതികൂലമാണ്, വലിയ മഴ അവിടെ പെയ്യുകയാണ്. ആ സ്പോട്ടിൽ തന്നെയാണ് ബൈജു ഉള്ളത്. അവിടേക്ക് ഏറ്റവും ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകൻ, ഇന്ന് വീണ്ടും പ്രവേശനം അനുവദിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം എത്തിയത് ബൈജു ആണ്. പക്ഷേ ഇതാ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നതിനിടെ വീണ്ടും കാലാവസ്ഥ പ്രതികൂലമാവുകയാണ്, ശക്തമായ മഴ ഉണ്ടാകുന്നു. പക്ഷേ രാത്രിയും ഇന്ന് തുടർച്ചയായി തെരച്ചിലുണ്ടാകും എന്നതിന്റെ സൂചനകൾ MLAയുടെ വാക്കിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ധ്യയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടി പ്രതീക്ഷ ഈ തെരച്ചിൽ സംഘത്തിന് തന്നെയുണ്ട്, അവിടുത്തെ ദൗത്യ സംഘത്തിനുണ്ട്. അവർ കൂടുതൽ സമയം തെരച്ചിലിന് ഇന്ന് മാറ്റിവെക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ സൂചനകളാണ് തരുന്നത്. പക്ഷേ അപ്പോഴാണ് വീണ്ടും കാലാവസ്ഥ പ്രതികൂലമാകുന്നത്. മഴ പെയ്യുന്നു. മഴ പെയ്താൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ആ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രത്യേകത അങ്ങനെയാണ്. ഏത് നിമിഷവും അപകടങ്ങൾ ഉണ്ടായേക്കാം, തുടർ അപകടങ്ങൾ ഉണ്ടായേക്കാം എന്ന സാഹചര്യം അവിടുത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന വേഗം കിട്ടുകയുള്ളൂ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക്. ഇപ്പോൾ എന്തായാലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുകയാണ്. അപ്പോൾ പോലും മറ്റിടങ്ങളിലെ തെരച്ചിൽ നിർത്തുന്നില്ല. നേവിയുടെ ഒക്കെ പുതിയ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ സ്ഥലത്ത് സാധ്യമായ നിലയിൽ തെരച്ചിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്നത് കരയോട്, പുഴയും കരയും ചേരുന്ന ആ ഭാഗത്ത്, കടയുണ്ടായിരുന്ന ഭാഗത്ത് അവിടെ ലോറി ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് ദൗത്യസംഘം എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കൽ പ്രക്രിയ നടക്കുന്നു. അവിടെ ലോറിയിൽ തടി ബന്ധിപ്പിച്ച കയറിന്റെ ഭാഗങ്ങൾ കണ്ടെടുത്തു. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ JCBകൾ എത്തുകയും മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ ഊർജിതമായി നടന്നു വരികയുമാണ്. അപ്പോഴാണ് വീണ്ടും മഴ തടസ്സം സൃഷ്ടിക്കുന്നത്. ബൈജു, കേൾക്കാമോ? ബൈജുവിലേക്ക് വരാം. അവിടെ മഴയുണ്ട്. മാധ്യമപ്രവർത്തകരെ അല്പം മുമ്പ് മാത്രമാണ് ഈ സ്പോട്ടിലേക്ക് വീണ്ടും പ്രവേശിപ്പിച്ചത്. അത് ഒരു ശുഭവാർത്ത ഉണ്ടാകും എന്ന സൂചനകൾ ഇപ്പോൾ MLA തന്നതുപോലെ തന്നെ നേരത്തെ AK മഷ്റഫ് MLAയും അതുപോലെയുള്ള സൂചനകൾ നൽകി. അദ്ദേഹം ആദ്യം ന്യൂസ് 18നോടാണ് അക്കാര്യം തുറന്നു പറയുന്നത്. 100% ഉറപ്പ് ഇന്ന് അക്കാര്യങ്ങൾ പറയും എന്നതായിരുന്നു MLA നമ്മളോട് സൂചിപ്പിച്ചത്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. വളരെ ആഴത്തിൽ പുതഞ്ഞു പോയിട്ടുണ്ട് ലോറി. അത് കണ്ടെത്തുക, അവിടെ സ്ഥിരീകരണം വന്നാൽ തന്നെയും അത് പുറത്തെടുക്കുക എന്നതൊക്കെ കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ 9ാം ദിവസം ഷിരൂരിൽ നിർണായക നിമിഷങ്ങൾ